വാർത്തകൾ തുടരുന്നു. ചാലക്കുടി നഗരസഭ ഗായത്രി ആശ്രമം വാർഡിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് മൾട്ടിപ്പിൾ ചെയർമാൻ സാജു പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ TD എലിസബത്ത്, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോമി കാവുങ്ങൽ, ബിന്ദു ഡേവിസ്, പുഷ്പലത, മാഗി ജോസ്, മിനി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കലാമത്സരങ്ങൾ, ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു. വിശിഷ്ടാതിഥികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും ഈ വേദിയിലേക്ക് 18ാം വാർഡ് നമ്മുടെ കൗൺസിലർ ശ്രീമാൻ VJ ജോർജിയെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് അഭിമാനപൂർവ്വം പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അവസാനമായിട്ട് ഒരാളെ നേരെ ശങ്കരദാസന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു വികാരമാണ് എന്ത് ഓണം. മലയാളി ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഓണം. വൈകി വന്ന സമയത്താണെങ്കിലും ഒരിക്കൽ കൂടി ഓണത്തിന്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ചിങ്ങമാസം കഴിഞ്ഞ് കന്നിമാസത്തിലാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കൽ കൂടി ഓണം ആഘോഷിക്കുന്നു. കാരണം ആഘോഷങ്ങൾ എപ്പോഴും നമ്മളേറെ സന്തോഷവാന്മാരാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ സന്തോഷം നമുക്ക് എപ്പോഴും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. ഈ ഓണാഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ, ബഹുമാനപ്പെട്ട ലയൺ ലീഡർ ലയൺ ജോജി, ഞങ്ങളുടെ ലീഡർ, എനിക്ക് ഏറെ പ്രിയമുള്ള പ്രിയ സഹോദരന്മാരെ, കൊച്ചു കുട്ടികളെ, നമസ്തേ. ഞാൻ നമസ്തേ പറഞ്ഞപ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് എന്നിലുള്ള നന്മ, എന്നിലുള്ള ദൈവാംശം, എന്നിലുള്ള ദൈവികാംശം, നിങ്ങളിലുള്ള നന്മയെ, ദൈവാംശത്തെ, ദൈവികാംശത്തെ ബഹുമാനിക്കുന്നു എന്നാണ്. ഏറ്റവും നല്ല ഒരു ഭാരതീയ അഭിവാദ്യമാണ് നമസ്തേ. അത് ഞങ്ങൾ ഇന്ത്യയിലുള്ള ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന ലയൺസ് വോളണ്ടിയേഴ്സ് ലോകമെമ്പാടും പോയി പ്രചാരം കൊടുക്കുന്ന ഒരു അഭിവാദ്യമാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം, നമസ്തേ. ഈശ്വരൻ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഓണം എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഒരു പ്രത്യേക രോമാഞ്ചമുള്ള സംഗതിയാണ്. കാരണം എന്താണ്? മാവേലി നാട് വാണിരുന്ന കാലം അതിമനോഹരമായ ഒരു കാലഘട്ടമായിട്ടാണ് നാം പറയുന്നത്, നാം വിശ്വസിക്കുന്നത്. ആ പാട്ട് എങ്ങനെയാണ് പോകുന്നത്? മാവേലി നാട് വാണിരും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമതത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളണമില്ല പൊളിഭജനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. എത്ര മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം മർച്ചന്റ് ജൂബിലി ഹാളിൽ വെച്ച് നടന്നു. ബാങ്ക് പ്രസിഡന്റ് MM അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് മേരി നളൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി സോയ് പോൾ ബാങ്കിന്റെ വാർഷിക കണക്കുകൾ അവതരിപ്പിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജോയ് മൂത്തടൻ, ബിജു പുത്തിരിക്കൽ, സാജിൻ V സലാം, തോമസ് I കണ്ണത്ത്, E ഗിരിജൻ, KA ജോയ്, സണ്ണി വർഗീസ്, KS അനിൽ, ഉഷ മോഹൻ, ബാങ്ക് ചീഫ് അക്കൗണ്ടന്റ് KG ഷീബ എന്നിവർ പ്രസംഗിച്ചു.
വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 1-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വരും ദിവസങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗാന്ധി ദർശൻ യാത്രയും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും ഒക്ടോബർ 2 ബുധനാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന കോടശ്ശേരി പഞ്ചായത്തിൽ സർക്കാരിന്റെ കോട്ടങ്ങളെ മറച്ചുപിടിക്കാൻ ദുഷ്പ്രചരണങ്ങളും നുണകളും പറഞ്ഞുപരത്തി CPM നേതൃത്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി നേതാക്കൾ ആരോപിച്ചു. ജൽജീവൻ മിഷൻ കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാതെ സർക്കാർ പറ്റിക്കുന്നതിന്റെ പഴിയും പഞ്ചായത്തിന് മേൽ കെട്ടിവെക്കുന്നതായി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇത്തരത്തിലുള്ള CPMന്റെ നെറുകേട് തുറന്നുകാട്ടുന്നതിനാണ് ഗാന്ധി ദർശൻ യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ MO ജോൺസൺ, KP ജെയിംസ്, റിൻസൺ മണവാളൻ, ML ഷാജു എന്നിവർ പങ്കെടുത്തു. കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ വരുന്ന ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് ഒക്ടോബർ 2-ാം തീയതി ഒരു ഗാന്ധി ദർശൻ യാത്ര നടത്തുന്നുണ്ട്. നമ്മളെ അവിടെയും അറിയിക്കുന്നതോടൊപ്പം എല്ലാ ആശംസകളും നേരുന്നു. ലോകം മുഴുവനും വെളിച്ചം പകർന്ന നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അഹിംസാ സിദ്ധാന്തത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന് ഇന്ത്യയെ ഒരു ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിൽ നിന്ന് സ്വതന്ത്രമാക്കിയതിന് മുഖ്യ പങ്കുവഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് ഈ അവസരത്തിൽ എല്ലാ വെളിച്ചവും കെടുത്തുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിക്കുന്നത്. ചരിത്രം മാറ്റി വേണ്ടി ഗാന്ധിജിയുടെയും ഗാന്ധിജിയുടെ മൂല്യങ്ങളെയും ചരിത്ര താളുകളിൽ നിന്ന് എടുത്തു മാറ്റുന്ന രീതിയിലുള്ള ഭരണ സംവിധാനമാണ്. ഗാന്ധിജിയുടെ മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട അധികാരികൾ അതിൽ നിന്നെല്ലാം മുഖം നിറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതുപോലെ തന്നെ കോടശ്ശേരി പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ, വികസന കാഴ്ചപ്പാടുകളൊക്കെ ജനങ്ങളുമായി സംവദിക്കാനൊരു അവസരമായിട്ട് കൂടിയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ 2020 വരെ കോടശ്ശേരിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതിയായിരുന്നു അധികാരം കണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലെ വികസന മുരടിപ്പാണ് ഒരു പരിധിവരെ കോടശ്ശേരിയെ വളരെ പിന്നോക്കം നിർത്തുന്ന അവസ്ഥയെത്തിച്ചത്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ചാലക്കുടി നഗരസഭ 19-ാം വാർഡ് ഒരുക്കുന്ന പൊന്നോണ മധുരം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പള്ളിക്ക് സമീപമുള്ള കാനറി മൈതാനത്ത് നടക്കുന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ഫുട്ബോൾ താരം IM വിജയൻ, സിനിമാ താരം ജെയിംസ് ജോസ് എന്നിവർ പങ്കെടുക്കും. ബുധനാഴ്ച വൈകിട്ട് 6-ന് സിനിമ സീരിയൽ കോമഡി ഷോ താരങ്ങൾ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോ നടക്കും. വാർത്താസമ്മേളനത്തിൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് CA സുരേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ ജോഷി പുത്തരിക്കൽ, ജനറൽ കൺവീനർ KA പാവുണ്ണി എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭ 19-ാം വാർഡും സമീപ പ്രദേശത്തെ ജനങ്ങളും കൂടി ഒരുക്കുന്നൊരു ഓണാഘോഷമാണ് അവിടുത്തെ പൊന്നോണ മധുരം. ആ പേരിൽ കഴിഞ്ഞ വർഷവും അതിഗംഭീരമായിട്ട് നടത്തിയിരുന്നു. ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം നടത്തിയിരുന്നത്. ഈ വർഷം 2 ദിവസങ്ങളായിട്ടാണ് നടത്തുന്നത്. നാളെയും മറ്റേലും, അതായത് ഒക്ടോബർ 1ഉം 2ഉം തീയതികളിൽ വൈകിട്ട് 6 മണിക്കാണ് ആരംഭിക്കുന്നത്. 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ RLB രാമകൃഷ്ണനാണ്. അന്നത്തെ ദിവസം പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ ജനങ്ങളിലേക്ക് അവിടുത്തെ കലാകാരന്മാരും കലാകാരികളും പ്രാക്ടീസ് ചെയ്ത പരിപാടികളാണ് അന്നത്തെ അവതരിപ്പിക്കുന്നത്. അതൊരു ഏകദേശം 7:30 സമയം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഹാപ്പി ബൈജു എന്ന് പറഞ്ഞ ഒരു ഫാമിലി ട്രൂപ്പിൻ്റെ പ്രോഗ്രാമാണ് 10 മണി വരെ. 2ാമത്തെ ദിവസം നമ്മൾ നടത്തുന്നത് അന്നത്തെ വിശിഷ്ട വ്യക്തികൾ ബഹുമാനപ്പെട്ട
നമ്മുടെ നഗരസഭ ചെയർമാൻ, നമ്മുടെ വികാരിച്ചൻ, പാതാളച്ചൻ, IM വിജയൻ, ഗുമസ്തൻ സിനിമയിലെ നായകനായിട്ടുള്ള ജെയ്സ് ജോസ്, അതുപോലെ തന്നെ ഗുമസ്തൻ സിനിമയിലെ ബിപിൻ ജോർജ്, അങ്ങനെ നിരവധി നടന്മാർ അന്നത്തെ ദിവസം പങ്കെടുക്കുന്നുണ്ട്. അന്നത്തെ ദിവസം പ്രോഗ്രാം നമ്മുടെ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ചാലക്കുടി നഗരസഭ ടൗൺ ഹാൾ ജനങ്ങൾക്ക് അപ്രാപ്യമായ വിധം ഉയർന്ന വാടക നിശ്ചയിച്ച നഗരസഭ ഭരണ സമിതിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ചാലക്കുടി നഗരസഭ സ്വതന്ത്ര കൗൺസിലർ KS സുനോജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് ടൗൺ ഹാൾ പരിസരത്ത് ജനകീയ പ്രതിഷേധം നടത്തും. ഫാദർ വർഗീസ് പാത്താടൻ, ടൗൺ ഇമാം ഹുസൈൻ ബാഖവി, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. വിവാഹവും മറ്റ് ആവശ്യങ്ങളും നടത്താൻ കുറഞ്ഞ വാടകയ്ക്ക് ഹാൾ ലഭിക്കാതെ സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ടൗൺ ഹാൾ പരിപാടികൾ ഇല്ലാത്തതിനാൽ ഭൂരിഭാഗം ദിവസങ്ങളിലും അടച്ചുപൂട്ടിയ നിലയിലാണ്. ക്ലബ്ബുകൾ, വായനശാലകൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവയ്ക്ക് വാടകയിൽ ഇളവ് നൽകണമെന്ന ആവശ്യത്തോട് ഭരണാധികാരികൾ മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥയാണെന്ന് വാർത്താസമ്മേളനത്തിൽ ചാലക്കുടി നഗരസഭയിലെ സ്വതന്ത്ര കൗൺസിലർ KS സുനോജ് പറഞ്ഞു. എനിക്കറിയാം ചാലക്കുടിയിലെ ടൗൺ ഹാൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പണിയെടുക്കുന്ന ടൗൺ ഹാളാണ്. തലശ്ശേരിക്കൊപ്പം അല്ലെങ്കിൽ അതിനോട് ഒരു മുന്നിലോ നിൽക്കുന്ന പൊതുവായി നിൽക്കുന്ന ഏറ്റവും നല്ല ടൗൺ ഹാളാണ് ചാലക്കുടി നഗരസഭ ടൗൺ ഹാളാണ്. ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ടൗൺ ഹാൾ കൂടിയാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഈ ടൗൺ ഹാള് പണിയെടുപ്പിക്കാനായിട്ട് ഒരുപാട് പേര് എടുത്തിട്ടാണ്, ഒരുപാട് പേര് എടുത്തിട്ടാണ് അതിൻ്റെ പണി കഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ടൗൺ ഹാൾ ഇപ്പോൾ ചാലക്കുടിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലല്ല എൻ്റെ വാടക നിരക്കുള്ളത്. കാശ് കുറച്ച് കൊടുത്താൽ സാധാരണ ജനങ്ങൾ എടുക്കുകയും അത് വൃത്തികേടാക്കും എന്ന് പറയുന്ന നിലപാട്. ഇതാണ് രണ്ട് നിലപാടാണ് നഗരസഭയ്ക്കുള്ളത്. ഈ ടൗൺ ഹാൾ പണി കഴിപ്പിക്കുമ്പോൾ ചാലക്കുടിയിലെ ഒരുപാട് നല്ലവരായിട്ടുള്ള സുമനസ്സുകളുടെ പണം ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടാണ് പണി കഴിക്കുന്നത്. രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ തന്നെ പല ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ചാലക്കുടിയിലെ നഗരസഭാ കൗൺസിലർമാരുടെയോ അല്ലെങ്കിൽ ചെയർമാൻമാരുടെയോ ആരുടെയും വ്യക്തിപരമായിട്ട് പണം എടുത്ത് പണിയെടുത്തിട്ടുള്ളതല്ല. ഈ ചാലക്കുടി ജനങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടെടുത്ത് പണിയെടുപ്പിച്ച ടൗണാണ് ചാലക്കുടിയിലെ ജനങ്ങൾക്ക് ലഭിക്കാതെ വരികയും ആ ഒരു ഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങൾ വെക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിലെ വിവിധ കലാസാംസ്കാരിക സംഘടനകളുണ്ട്. ഈ കലാസാംസ്കാരിക സംഘടനകൾക്ക് ഇതിൻ്റെ ന്യായമായിട്ടുള്ള ഇളവ് കൊടുത്തുകൊണ്ട് അവർക്ക് ടൗൺ ഹാൾ അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ സമരത്തിലൂടെ നമ്മൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്രയധികം ഫണ്ടുകൾ മറ്റ് എല്ലാ സംഘടനകളും മേടിച്ച് പണിതൊരു ടൗൺ ഹാൾ ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. അല്ലെങ്കിൽ ഇവർക്ക് നമ്മൾ മറ്റുള്ള ഹാളുകൾ എടുത്ത് ഏത് കല്യാണം ആയിക്കോട്ടെ, എന്ത് വിഷയങ്ങളായിക്കോട്ടെ, കാശുള്ള ആൾക്കാർക്ക് എല്ലാ ഹാളുകളും ഉണ്ട്. കോസ്മോസ് ഉണ്ട്, ക്രിസന്റ് ഉണ്ട്, ഇപ്പോൾ ഒന്നും പറ്റില്ലെങ്കിൽ ഗോവാഷി ഉണ്ട്, ആറ്റ്ലാൻഡ് ഉണ്ട്, എല്ലാ ഹാളുകളുണ്ട്. നമ്മൾ ഒരിക്കലും അവരായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. ഇത് പൊതുജനത്തിൻ്റെ പണം എടുത്ത് പണിത ഹാളാണ്. അപ്പോൾ ആ ഹാളിൻ്റെ വാടക സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് വാടക കുറയ്ക്കണം. ആ രീതിയിലേക്കുള്ള ചർച്ചകൾ ഉണ്ടാവണം. ഇവിടെ ആദ്യമായിട്ട് ഇപ്പോൾ പ്രാക്ടിക് കഴിഞ്ഞ ദിവസം ഒരു അപേക്ഷ വെച്ചു, സാഹിത്യ അക്കാദമിയുടെ കത്തോടിയുടെ അപേക്ഷ വെച്ചു. നമ്മളത് കുറയ്ക്കുന്നില്ല, അത് കൗൺസിലിംഗ് അജണ്ട വരെ വന്നിട്ടില്ല. കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ ചായപ്പോയി സെന്ററിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കണമെന്ന് പൊതുപ്രവർത്തകൻ KM ജോസ് അവതരിപ്പിച്ച പ്രമേയം യോഗം ഐക്യകണ്ഠേന പാസാക്കി. കോടശ്ശേരി ബാങ്കിന്റെ സമ്മതപത്രവും സഹകരണ സംഘം രജിസ്ട്രാറുടെ അനുമതിയും ലഭിക്കുന്നതിനനുസരിച്ച് നീതി മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്നതാണെന്ന് പ്രസിഡന്റ് ജോസ് പടിഞ്ഞാക്കര പൊതുയോഗത്തെ അറിയിച്ചു. ജില്ലയിലെ അതിരപ്പള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെ വളരെ ദുർബലമായ പിന്നോക്ക മേഖലകളിലെ കാടാർ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിന് സേവനസന്നദ്ധരായ പട്ടികവർഗ്ഗക്കാരിൽ നിന്നും ഫെസിലിറ്ററായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. +2 വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. പട്ടികവർഗ മേഖലയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം. പ്രായം 22-നും 40-നും മതി. വേതനം പ്രതിമാസം 23,000 രൂപ. താൽപ്പര്യമുള്ളവർ അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അസൽ സഹിതം ഒക്ടോബർ 10 രാവിലെ 10:30 ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടത്തുന്ന വേക്കന്റ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ 0480 270 6100.
ചാലക്കുടി ഗവൺമെന്റ് വനിതാ IT, ക്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 30 വൈകിട്ട് 3 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ITയിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0480 27000816 9747666674 8943286110. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലെ ഹോസ്പിറ്റലിലേക്ക് സർജിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി വ്യക്തികൾ, ഏജൻസികൾ, സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവെച്ച കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ ഒക്ടോബർ 11 രാവിലെ 11 ലഭിക്കണം. ഫോൺ 0487 2326070. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ വ്യോമസേന മേധാവിയായി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ചുമതലയേറ്റു. മലക്കപ്പാറയിൽ ഇസഫ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ സർവീസ് പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചു. സച്ചിദാനന്ദൻ പുഴന്തരയുടെ അടുക്കള എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. പോട്ട ചെറുപുഷ്പം ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.